എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ മാർക്കറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇന്ന് മന്ത്ലി എക്സ്പയറി ആയിരുന്നു. മന്ത്ലി എക്സ്പയറി ദിവസമായിരുന്നിട്ട് പോലും ഇന്ന് നമ്മുടെ മാർക്കറ്റ് പോസിറ്റീവ് ട്രെൻഡിൽ പിടിച്ചു നിന്നു. ആഗോളതലത്തിൽ സമ്മിശ്ര സൂചനകൾ ഉണ്ടായിരുന്നിട്ടും 0.5% നേട്ടമുണ്ടാക്കിയിട്ടുണ്ട്. മാർക്കറ്റ് വിശേഷങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായാണ് ഞങ്ങളുടെ വീഡിയോ കാണുന്നതെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞങ്ങളുടെ ടെലഗ്രാം ലിങ്ക് ഉണ്ട്, നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഒരു ട്രേഡർക്ക് ആവശ്യമായ എല്ലാ വിശേഷങ്ങളും ഞങ്ങൾ ഈ ചാനലിലൂടെ പങ്കുവെക്കുന്നുണ്ട്. ന്യൂസ് മുതൽ അത്യാവശ്യം ടിപ്സ് വരെ നമ്മളെല്ലാ ദിവസവും ഇതിൽ ഷെയർ ചെയ്യുന്നതാണ്. എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, മാർക്കറ്റിലേക്ക് വരുമ്പോൾ ആദ്യ മണിക്കൂറിൽ തന്നെ ഉയർന്ന പ്രകടനം കാഴ്ചവെക്കുകയും നിഫ്റ്റി ക്രമേണ ഉയരുകയും ചെയ്യുന്നതാണ് നമ്മൾ കണ്ടത്. തുടർന്ന് ഒരു റേഞ്ച് ബൗണ്ട് സെഷൻ പിന്തുടർന്ന് 0.45% ഉയർന്ന് 23,591 ക്ലോസ് ചെയ്തു. പ്രധാനമായും FIAസിൻ്റെ നിലപാടിലെ മാറ്റം, അതുപോലെ ബാങ്കിങ്, ഫിനാൻഷ്യൽ മേജറുകളിലെ ശക്തി, മറ്റ് ഹെവി വെയ്റ്റുകളിൽ നിന്നുള്ള റൊട്ടേഷൻ പിന്തുണ എന്നിവ പോസിറ്റീവ് ട്രെൻഡിനെ നമ്മുടെ മാർക്കറ്റ് നിലനിർത്തുന്നുണ്ട്. എന്നിരുന്നാലും US താരിഫുകളുമായി ബന്ധപ്പെട്ട വാർത്തകൾ ഇടയ്ക്കിടെയുള്ള സൈഡ് വേക്ക് കാരണമാകുന്നുണ്ട്. സൈഡ് വേ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ഓപ്ഷൻ ബയ്യേഴ്സിനെ വളരെയധികം അലട്ടുന്ന ഒരു കാര്യമാണ് സൈഡ് വേ മാർക്കറ്റ്. നമ്മളൊരു റെസിസ്റ്റൻസ് ലൈന് വരച്ച് ആ റെസിസ്റ്റൻസ് ലൈന് ക്രോസ് ആൻഡ് ക്ലോസ് ചെയ്യുമ്പോഴാണ് ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക, അല്ലേ? ആ സമയത്ത് ഒരു ഫേക്ക് ബ്രേക്കൗട്ട് നടത്തിയിട്ട് പിന്നീട് താഴെ വന്നാൽ എന്ത് ചെയ്യാൻ പറ്റും? അതാണ് സൈഡ് വേ വന്നാലുള്ള കുഴപ്പം. ഈ സൈഡ് വേ മാർക്കറ്റിൽ പരമാവധി നമ്മൾ ട്രേഡ് ചെയ്യാതിരിക്കുന്നതാണ് ഉത്തമം എന്ന് സാന്ദർഭികമായി പറയുകയാണ്. മൊത്തത്തിൽ വിദേശ ഫണ്ടുകളുടെ ഒഴുക്കും അതുപോലെ തന്നെ ബ്ലൂ ചിപ്പ് സ്റ്റോക്കുകളിലുള്ള ബയ്യിങ് പ്രഷർ മൂലം നമ്മുടെ ഡൊമസ്റ്റിക് ഇൻഡെക്സുകൾ ഇന്ന് മുഴുവൻ പോസിറ്റീവ് ടെൻഡൻസി പ്രകടമാക്കിയിട്ടുണ്ട്. എന്നിരുന്നാലും ട്രംപ് ഏർപ്പെടുത്തിയ ഓട്ടോ ഇറക്കുമതിക്ക് 25% താരിഫ് കാരണം ഓട്ടോ സ്റ്റോക്കുകളെ ഇന്ന് അത് ബാധിക്കുകയും ഫാർമ സെക്ടറുകളിൽ ആശങ്കകൾ ഉയർത്തുകയും ചെയ്തിട്ടുണ്ട്. ഈ വെല്ലുവിളികൾക്കിടയിലും പണപ്പെരുപ്പം ലഘൂകരിക്കുന്നതും പലിശ നിരക്കുകളിലെ ഇടിവ് പ്രവണതയും മൂലം 2026 സാമ്പത്തിക വർഷത്തിൽ ഇരട്ട വരുമാന വളർച്ചയുടെ പ്രതീക്ഷകൾ പിന്തുണച്ചുകൊണ്ട് ബ്രോഡർ മാർക്കറ്റ് പ്രതിരോധശേഷി കാണിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത് ആഭ്യന്തര അടിസ്ഥാന കാര്യങ്ങൾ മെച്ചപ്പെടുത്തുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. ബുധനാഴ്ച ആരംഭിച്ച US ഇന്ത്യ വ്യാപാര യോഗത്തിലാണ് ഇപ്പോൾ ശ്രദ്ധ മുഴുവൻ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി വ്യാപാര കരാറിൽ കൂടുതൽ വ്യക്തത നൽകുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇത്. അതേസമയം രൂപയുടെ മൂല്യം ഇന്ന് ഡോളറിനെതിരെ താഴ്ന്നിട്ടുണ്ട്. ട്രേഡിങ്ങിൻ്റെ തുടക്കത്തിൽ 24 പൈസയുടെ ഇടിവാണ് നേരിട്ടത്. 85.93 രൂപയുടെ മൂല്യം ഇടിഞ്ഞത്. അതിൻ്റെ പ്രധാന കാരണം ട്രംപിൻ്റെ ഓട്ടോ സെക്ടറിലേക്കുള്ള ഓട്ടോ ഇറക്കുമതിയിലുള്ള താരിഫ് ചുമത്തിയത് തന്നെയാണ്. ഇന്ന് സെൻസെക്സ് 317 പോയിൻ്റ് പോസിറ്റീവിൽ 77,606 ക്ലോസ് ചെയ്തു. ഡേ ഹൈ ക്രിയേറ്റ് ചെയ്തത് 77,747, ലോ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് 77,082. നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം 105 പോയിൻ്റ് പോസിറ്റീവിൽ 23,591 ക്ലോസ് ചെയ്തു. ഇൻട്രാഡേയിലെ ഹൈ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് 23,646, അതേസമയം ലോ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് 23,412. ബജാജ് ഫിൻസർവ്, NTPC, ഇൻഡസിൻഡ് ബാങ്ക്, ലാസൻ & ട്രൂബോ, ബജാജ് ഫിനാൻസ് എന്നിവയാണ് ഇന്ന് ഏറ്റവും കൂടുതൽ നേട്ടമുണ്ടാക്കിയ സ്റ്റോക്കുകൾ. അതേസമയം ടാറ്റ മോട്ടോഴ്സ്, സൺ ഫാർമ, ഹിന്ദുസ്ഥാൻ യൂണിലിവർ, കോട്ടക് മഹീന്ദ്ര ബാങ്ക്, ഭാരതി എയർടെൽ എന്നിവയാണ്. ഇവ 5.38% വരെ നഷ്ടത്തിൽ ക്ലോസ് ചെയ്ത മുൻനിര സ്റ്റോക്കുകളാണ്. ചെറുകിട സ്റ്റോക്കുകൾ ഇന്ന് മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടുണ്ട്. നിഫ്റ്റി സ്മോൾ ക്യാപ്പ് 1.15%, നിഫ്റ്റി മിഡ് ക്യാപ്പ് 0.37% നേട്ടത്തോടെ ക്ലോസ് ചെയ്യാൻ സാധിച്ചു. നിഫ്റ്റി ആട്ടോയും നിഫ്റ്റി ഫാർമയും ഒഴിച്ച് മറ്റെല്ലാ സെക്ടറൽ ഇൻഡെക്സുകളും ഇന്ന് പോസിറ്റീവിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അതായത് ട്രംപ് പറയുന്നത് അമേരിക്കയിൽ നിർമ്മിക്കാത്ത എല്ലാ ഇറക്കുമതി ചെയ്യുന്ന കാറുകൾക്കും 25% താരിഫ് ഏർപ്പെടുത്തുമെന്നാണ്. അത് ഇന്നലെയാണ് അദ്ദേഹം പ്രഖ്യാപിച്ചത്. അത് കാരണം കൊണ്ട്
ആട്ടോ ഓഹരികൾ വിൽപ്പനയിൽ ഇടിവ് ഇന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ന് നിഫ്റ്റി ഓട്ടോ 1.04% നഷ്ടത്തിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. മറുവശത്ത് പൊതുമേഖലാ ബാങ്കുകൾ മറ്റുള്ളവരെക്കാൾ മികച്ച പ്രകടനം കാഴ്ചവെച്ചു. ഇന്ന് ബാങ്ക് ഓഫ് ബറോഡയും പഞ്ചാബ് നാഷണൽ ബാങ്കും അതിൽ 2.50% നേട്ടത്തോടെ ക്ലോസ് ചെയ്തു. ഇനി നമുക്ക് ചാർട്ടിലേക്ക് വരുമ്പോൾ നമ്മൾ ഇന്നലെ ഒരു റൗണ്ട് പാറ്റേൺ ആണ് നിഫ്റ്റിയിൽ വരച്ചിരുന്നത്. ഇന്നലെ ക്ലോസ് ചെയ്തത് ഇവിടെ, ശേഷം അല്പം താഴെ, അതായത് ഗ്യാപ്പ് ഫില്ല് ചെയ്ത് ഓപ്പൺ ചെയ്തുകൊണ്ട് സ്ട്രൈറ്റ്ലി മുകളിലേക്ക് വന്ന് ഇവിടെ ഒരു റേഞ്ച് ബോണ്ടിലാണ് ഇന്ന് നിഫ്റ്റി അവസാനിച്ചിരിക്കുന്നത്. ഇന്ന് വാച്ച് ചെയ്യാൻ പറഞ്ഞ നമ്മുടെ ലെവലുകൾ പരിശോധിക്കുകയാണെങ്കിൽ നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ സപ്പോർട്ട് ലെവലിൽ തന്നെയാണ് ഓപ്പൺ ചെയ്തിരിക്കുന്നത്. പിന്നീട് അല്പം താഴത്തേക്ക് വന്ന് മുകളിലേക്ക് പോവുകയായിരുന്നു. നമുക്ക് റെസിസ്റ്റൻസ് ലെവലുകളിലേക്ക് എത്തിയിട്ടില്ല. ജസ്റ്റ് റെസിസ്റ്റൻസ് ലെവൽ ലാസ്റ്റ് 15 മിനിറ്റ്സ് ക്യാൻഡിൽ ഒന്ന് ടച്ച് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നിഫ്റ്റിയിൽ നമുക്കിന്ന് ആക്റ്റീവായിട്ടില്ല. ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം സപ്പോർട്ട് ലെവലിൽ ഓപ്പൺ ചെയ്തു. തുടർന്ന് നമ്മുടെ ഫസ്റ്റ് റെസിസ്റ്റൻസ് ലെവൽ ബ്രേക്കൗട്ട് നടത്തിയിട്ടുണ്ട്. അതിനുശേഷം ബ്രേക്കൗട്ട് നടത്തി ഇവിടെയാണല്ലോ, ശേഷം താഴെ വരികയാണ് ചെയ്തത്. താഴെ വന്ന് വീണ്ടും റെസിസ്റ്റൻസ് ലെവൽ സപ്പോർട്ടാക്കിയെടുത്ത് തിരിച്ചു വരുന്ന സമയത്ത് നമുക്ക് ഇവിടെ നിന്ന് മെഷർമെൻ്റ് എടുക്കുകയാണെങ്കിൽ 160 പോയിൻറ്റിൻ്റെ റാലി ബാങ്ക് നിഫ്റ്റിയിൽ നടന്നിട്ടുണ്ട്. ബാങ്ക് നിഫ്റ്റി നമുക്കിന്ന് ആക്റ്റീവാണ്. സെൻസെക്സിലേക്ക് വരുമ്പോൾ നിഫ്റ്റിയുടെ സമാനമായ രീതിയിൽ തന്നെയാണ്. നോക്കൂ, നമ്മുടെ സപ്പോർട്ട് ലെവലിനടുത്ത് ഓപ്പൺ ചെയ്ത് സ്ട്രൈറ്റ്ലി മുകളിലേക്ക് വന്നു. റേഞ്ച് ബോണ്ടിൽ ക്ലോസ് ചെയ്തു. റെസിസ്റ്റൻസ് ലെവൽ ടച്ച് ചെയ്തിട്ടില്ല. അപ്പോൾ നിഫ്റ്റിയും സെൻസെക്സും ഇന്ന് ആക്റ്റീവായിട്ടില്ല. അതേസമയം ബാങ്ക് നിഫ്റ്റി ആക്റ്റീവായിരിക്കുന്നു. ഇനി നമുക്ക് നാളെ വാച്ച് ചെയ്യാനുള്ള ലെവലുകളൊന്ന് പരിശോധിക്കാം. നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് യാതൊരു മാറ്റവും വരുത്തേണ്ടതില്ല. ഇത് തന്നെയാണ് സപ്പോർട്ട് ലെവൽ. വേണമെങ്കിൽ അല്പം താഴത്തേക്ക് വെച്ച് 23,410 ഫസ്റ്റ് സപ്പോർട്ട്, സെക്കൻഡ് സപ്പോർട്ട് 23,280. ഓക്കെ, ഫസ്റ്റ് റെസിസ്റ്റൻസ് 23,645, സെക്കൻഡ് 23,800. അപ്പോൾ നമുക്ക് നിഫ്റ്റിയിൽ ഇങ്ങനെ വാച്ച് ചെയ്യാം. അടുത്തത് ബാങ്ക് നിഫ്റ്റി. ബാങ്ക് നിഫ്റ്റിയിൽ നമുക്ക് ഫസ്റ്റ് റെസിസ്റ്റൻസ് ലെവൽ മാറ്റേണ്ടതുണ്ട്. ഫസ്റ്റ് സപ്പോർട്ട് ലെവലും മാറ്റുന്നുണ്ട്. ഫസ്റ്റ് സപ്പോർട്ട് 51,400. ഓക്കെ, സെക്കൻഡ് സപ്പോർട്ട് 51,075. ഫസ്റ്റ് റെസിസ്റ്റൻസ് നമുക്ക് ഇവിടെ നിന്ന് തന്നെ മതി, 51,795. സെക്കൻഡ് റെസിസ്റ്റൻസ് 52,064. ബാങ്ക് നിഫ്റ്റിയിൽ ഇങ്ങനെ വാച്ച് ചെയ്യാം. സെൻസെക്സിലും നമുക്ക് മാറ്റങ്ങൾ വരുത്തേണ്ടതില്ല. നമുക്ക് ഫസ്റ്റ് സപ്പോർട്ട് 77,070, സെക്കൻഡ് സപ്പോർട്ട് 76,620, ഫസ്റ്റ് റെസിസ്റ്റൻസ് 77,875, സെക്കൻഡ് റെസിസ്റ്റൻസ് 78,280. ഓക്കെ, അപ്പോൾ സെൻസെക്സിൽ ഇങ്ങനെയും വാച്ച് ചെയ്യാം. ഈ 3 ഇൻഡെക്സുകളും നിങ്ങളുടെ ട്രേഡിംഗ് പ്ലാറ്റ്ഫോമിലേക്ക് ആഡ് ചെയ്യുക. സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് വരയ്ക്കുക. നാളെ ഇത് ബ്രേക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക. ഞങ്ങളുടെ വീഡിയോ എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രമാണ്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.